ഭാരതത്തിന് മനസ്സിലാകുന്ന ഒരു ചരിത്രം കൂടെ ഞാൻ പറയാം. അത് ഇതും കൂടെ നിങ്ങൾ ലിങ്ക് ചെയ്യുമ്പോഴാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന ഏകീകൃത വിഷയത്തിൽ ക്രൈസ്തവ ജനത ഒന്നിക്കണമെന്ന് ഞാൻ പറയാൻ പോവുക. കാശ്മീരിൻ്റെ ജീവിത രീതി വ്യത്യസ്തമാണ്, കേരളത്തിൻ്റെ ജീവിത രീതി വ്യത്യസ്തമാണ്, ഗുജറാത്തിൻ്റെയും ഒറീസയുടെയും അരുണാചൽ പ്രദേശിൻ്റെയും, അതേപോലെ നമ്മുടെ ഏത് സംസ്ഥാനം ഇവിടെ നോക്കൂ, ഹരിയാന, ഉത്തർപ്രദേശ്, എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് വ്യത്യസ്തതയുണ്ട്, നിറകുല വ്യത്യാസങ്ങളുണ്ട്, ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നമത രാഷ്ട്രീയ സംസ്കാരങ്ങൾ വ്യത്യാസമുണ്ട്. ഹരിയാനക്കാർ മുണ്ടുടുക്കുന്ന പോലല്ല നമ്മളിവിടെ മുണ്ടുടുക്കുന്നു, അവർ ഗോതമ്പുണ്ടാക്കി എന്തെങ്കിലും കഴിക്കുന്ന പോലല്ല നമ്മളിവിടെ ഗോതമ്പ് കഴിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ ചോറ് അവർക്ക് വേണ്ട, അവരുടെ ചപ്പാത്തി നമുക്കും വേണ്ട. അപ്പോൾ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, ഉടയിലും നടയിലും വ്യത്യാസമുണ്ട്, ഭാഷയിൽ വ്യത്യാസമുണ്ട്, അവരുടെ രീതിശാസ്ത്രങ്ങളിലെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടെന്ന് പറയുമ്പോഴും വ്യത്യസ്തതകളേറെയുണ്ട്, വ്യതിരക്തതകളേറെയുണ്ട്. ഭാഷ തന്നെ എത്രയാണെന്നറിയാമോ? എണ്ണിയാലൊടുങ്ങാത്ത പോലെ ഭാഷയുണ്ട്. ഓരോ ഗാവിനും ഓരോ ഗ്രാമത്തിനും ഭാഷകളുണ്ട്, വ്യത്യസ്തമായ ജീവിത സംസ്കാരങ്ങൾ. ഞാൻ പറയാൻ വരുന്നത്, ഇങ്ങനെ വ്യത്യസ്തതകൾ ഒത്തിരിയുള്ള ഭാരത ജനത്തെ ഏകോപിപ്പിക്കുവാൻ നമ്മുടെ ആദരണീയനായ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് ആദരിക്കുന്ന ബാപ്പുജി കണ്ടെത്തിയ ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? കന്നഡക്കാരനെയും തെലുങ്കനെയും തമിഴനെയും മലയാളിയും അങ്ങ് ഹരിയാനക്കാരനെയും ജമ്മു കാശ്മീരിലുള്ളവനെയും ഗുജറാത്തിയും ഒറീസക്കാരനെയും എല്ലാം കൂടി ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ അദ്ദേഹം എല്ലാവരുടെയും ഉള്ളിലേക്ക് കൊടുത്തത് ബ്രിട്ടീഷ് വിരോധമാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ അടിമകളാണ്, അവനെ ഇവിടുന്ന് തുരത്തണം. ക്വിറ്റ് ഇന്ത്യ എന്നൊരൊറ്റ ആശയം ഭാരതീയൻ്റെ മനസ്സിലേക്ക് കൊടുത്തപ്പോൾ വേഷഭൂഷാദികളുടെ, ഭക്ഷണ രീതികളുടെ വ്യത്യസ്തതകൾ, ഭാഷയുടെ വ്യത്യസ്തതകളെല്ലാം മറന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ ദേശീയ പതാകയുടെ അടിയിൽ ഒരുമിച്ച് കൂടാനിടയായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആശയത്താൽ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന മൂന്നാമത്തെ സംഭവം, ക്രൈസ്തവരെന്ന് അവകാശപ്പെടുന്ന മുഴുവൻ ജനതയും ഒരൊറ്റക്കെട്ടായി വരേണ്ടത്, എല്ലാവരും കൂടെ ഒരു ഹെഡ് ക്വാർട്ടറിൽ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരേ വേഷവിധാനമൊന്നും പറയുന്നില്ല, എല്ലാവരും ഒരേ ബൈബിൾ സെമിനാരി പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും കൂടെ ഒന്നാകാനുള്ള ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ക്രിസ്തു പരിജ്ഞാനമാണ്. ക്രിസ്തു ആരാണ് എന്ന പരിജ്ഞാനം വേദപുസ്തക സംബന്ധമായി ആരാണ്ട് എഴുതിയ കുട്ടിപ്പുസ്തകം വായിച്ചിട്ടൊന്നും അല്ല, ഏതോ മത നേതാക്കന്മാർ പറഞ്ഞ ആശയങ്ങളും മഹത്വചനങ്ങളും ഒന്നും കണ്ടിട്ടൊന്നുമല്ല. പകരം വിശുദ്ധ ബൈബിൾ, ദ ഹൗളി ബൈബിൾ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സനാതന വചനത്തിൽ നിന്ന് വെളിപ്പെട്ട ആത്മീക ദൂതുകൾക്ക് അനുസൃതമായി നമ്മൾ ഐക്യമായി നിന്നേ പറ്റുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നും സിയോൻ സംഘമല്ലെന്ന് എനിക്കറിയാം. നിരവധി സംഘങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഗ്രൂപ്പുകൾ തന്നെ നിന്നോ, നമ്മുടെ ആത്മീക നേതാവിൻ്റെ കീഴിൽ വിധേയത്വത്തോടെ നിന്നോ. പക്ഷെ നമുക്ക് ആന്തരികമായ ഒരു ഐക്യം വേണം. ആ ഐക്യത്തിൻ്റെ മാനദണ്ഡം ക്രിസ്തു മാത്രമായിരിക്കണം. ജാതിയുടേതല്ല, വർഗത്തിൻ്റെതല്ല, വർണ്ണത്തിൻ്റെതല്ല, അതൊന്നുമാകരുത്. ക്രിസ്തുവെന്ന മഹത്വപൂർണമായ ആളത്വ മഹിമയുടേതായിരിക്കണം. ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലെ, ക്രിസ്തുവിനെ ആരാധിക്കുന്നതിലെ, ക്രിസ്തുവിനെ അറിയുന്നതിലെ, ക്രിസ്തുവിനെ ആശ്രയിക്കുന്നതിലെ, ക്രിസ്തുവിനെ അനുകരിക്കുന്നതിലെ, the same attitude which was in Christ Jesus, ക്രിസ്തു എന്താണോ അതുപോലെ തന്നെ ആകുന്നതിലെ, ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കുന്നതിലെ, ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രാപിക്കുന്നതിലെ, ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന ആളത്വ മഹിമയുടെ സ്വഭാവ ശ്രേഷ്ഠത നമ്മൾ പ്രാപിക്കുന്നതിൽ നമുക്കൊരൈക്യമുണ്ടായേ പറ്റുകയുള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? അത് ഈ പൊതുയോഗങ്ങളിലൂടെ സാധ്യമാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഇനി ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. പൊതുജനങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയാണ് പറയുക. ക്രിസ്തുവിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ചിന്തകൾ ഒരിക്കലും മറന്നു പോകരുത്. ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നുള്ള കേവല ചിന്ത ഇന്ന് എട്ടായി മടക്കി വേസ്റ്റ് ബിന്നിലേക്ക് തട്ടണം. ക്രിസ്തുവിൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്കോ ഒരു കുടുംബത്തിനു വേണ്ടിയല്ല, ക്രിസ്തു സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. സ്തോത്രം. സകല ജനവും അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചില വിചാരങ്ങൾ ഞാൻ 1, 2, 3, 4, 5 അക്കമിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയാം. അവ ഓരോന്നും നിങ്ങൾ കരുതിക്കൊള്ളണം, കുറിച്ചുകൊള്ളണം. കുറിക്കാതിരുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കൊന്നൊന്നും എനിക്ക് വലിയ തിട്ടമില്ല. സ്തോത്രം. നമ്മൾ ഈ നല്ലതൊക്കെ പെട്ടെന്ന് മറക്കുകയും വേണ്ടാത്തതൊക്കെ ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന സംഭവം നമ്മിൽ എല്ലാവരിലുമുണ്ട്. മനസ്സിലായോ? നല്ലതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല,
ഓർത്തിരിക്കത്തില്ല. കഴിഞ്ഞ ഞായറാഴ്ച പാസ്റ്റർ വായിച്ച സങ്കീർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ തലേ ചൊറിഞ്ഞ് കുറേ നേരം നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അതങ്ങ് മറന്നുപോയി. ഒരു 7 ദിവസത്തിനകത്ത് നമ്മളത് മറന്നുപോയി. 25 കൊല്ലത്തിന് മുമ്പ് കെട്ടിക്കേറി വീട്ടോട്ട് വന്നപ്പോൾ അമ്മാവിയമ്മ മേലുകീഴ് നോക്കിയ നോട്ടം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആ തള്ള എന്നെ അന്നൊരു നോട്ടം നോക്കിയതാ, ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാറുമുണ്ട് അല്ലേ. അപ്പോൾ ഈ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഓർത്തിരിക്കുകയും ആവശ്യമുള്ളതൊക്കെ മറക്കുകയും ചെയ്യും. ഇനി പ്രസംഗകരുടെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. ആ പ്രസംഗത്തിനിടയ്ക്ക് പുള്ളി പറഞ്ഞൊരു കോമഡി നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ ആവശ്യമുള്ളത് ഓർക്കത്തുമില്ല, ആവശ്യമില്ലാത്തതൊക്കെ തിളക്കമായി നമ്മുടെ ഓർമ്മ മണ്ഡലത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കുറിക്കണേ കുറിക്കണേ കുറിക്കണേ. പ്രസംഗകനെ നോക്കി കുറിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളികളുണ്ട്, എന്നാലും കുറിക്കത്തില്ല. സ്തോത്രം. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന ചിന്തകളെ ഓരോന്നായിട്ട് ഏറ്റെടുത്തുകൊള്ളണം. കേൾക്കണം തൂങ്ങാമ്പാറ മുഴുവനും. ഈ ശബ്ദവിന്യാസം മെച്ചമായി എത്ര ഇടങ്ങളിലേക്ക് കേൾക്കാൻ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉച്ചഭാഷണ എന്നറിയില്ല. എങ്കിലും അവിടെ ഇവിടങ്ങളിലെ കേൾക്കുന്നവരൊക്കെ ഞാൻ ഇനി പറയുന്ന ഒരു 10ഓളം 10, 11, 12 ഒക്കെ ഉണ്ടാകാം. പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എത്രയുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കേട്ടുകൊള്ളണം, ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. 1, 2 എന്ന് ഞാൻ തുടങ്ങുകയാണ്. ക്രിസ്തു പരിജ്ഞാനത്തിൽ ഏറ്റവും സവിശേഷമായിരിക്കുന്ന ചില വിചാരങ്ങളാണ് പറയുക. ഒട്ടനവധി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്തു ഒരു ദൈവമല്ല, ക്രിസ്തുവാണ് ഏക സത്യദൈവം. അതിനങ്ങനെ ഒരു ആമേന് ഹല്ലേലൂയ മതിയോ? ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? ഒത്തിരി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല ക്രിസ്തു, ക്രിസ്തു ഏക സത്യദൈവമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? ഹല്ലേലൂയ. ഒത്തിരി മൂർത്തികളും ഒത്തിരി സങ്കല്പശക്തികളും, കാട്ടുമൃഗങ്ങൾ, നാട്ടുമൃഗങ്ങൾ, പറവകൾ, പ്രാണികൾ, ജലജന്തുക്കൾ ഒക്കെ, ഭൂതപ്രേത പിശാചുക്കളൊക്കെ ദൈവങ്ങളായി പരിഗണിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ ക്രിസ്തു ഏക സത്യദൈവമാണ്. ഏക സത്യദൈവം. സത്യദൈവം എന്ന് മാത്രമല്ല ഏക സത്യദൈവം. അത് എബ്രഹാമിൻ്റെ തലയ്ക്കകത്തുദിച്ച അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ഡയലോഗുകളൊന്നുമല്ല. വിശുദ്ധ ബൈബിൾ നെഞ്ചോടടുപ്പിച്ചിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഏക സത്യദൈവമാണ് ക്രിസ്തു. അത് സമ്മതിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ആ പരിജ്ഞാനത്തെ നമ്മൾ ഏറ്റെടുത്തെങ്കിലേ പറ്റും. രണ്ടാമത്തെ വാചകം ശ്രദ്ധിക്കണം. ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു കർത്താവല്ല യേശു. യേശു ഏക കർത്താവാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? സകലത്തിന്റെ മീതെ കർത്തൃത്വം നടത്താൻ കഴിയുന്നവൻ, സകല അധികാരങ്ങൾക്കും അധീശത്വങ്ങൾക്കും അത്യന്തം മീതെയുള്ള കർത്താവ്, അതാണ് ക്രിസ്തുവെന്ന കർത്താവ്. ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലെ അല്ലെന്ന, പിന്നെ ഏക കർത്താവ് എന്നാണ് വിശുദ്ധ ബൈബിൾ സമർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത 3-ാമത്തെ വാചകം. ഒത്തിരി രക്ഷകന്മാരുടെ കൂട്ടത്തിൽ ഒരു രക്ഷകനല്ല യേശു. യേശു ഏക രക്ഷകനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഒരു നാടിനെ, ഒരു ജാതിയെ, ഒരു കുലത്തെ, ഒരു കുടുംബത്തെ, ഒരു ഭാഷക്കാരെ, ഒരു ദേശക്കാരെയൊക്കെ വിടുവിക്കേണ്ടതിന്, രക്ഷിക്കേണ്ടതിന് തമ്പ്രാക്കന്മാരോട് സമരമുണ്ടാക്കി അവർ ചെയ്തതായിരിക്കുന്ന ജോലിക്കർഹമായ കൂലി പിടിച്ചു വാങ്ങി കൊടുക്കേണ്ടതിന് വേണ്ടി രക്ഷകന്മാരായി എഴുന്നേറ്റ വമ്പൻ താരങ്ങൾ ചരിത്രത്തിൽ തിളക്കത്തോടെ നിൽക്കുന്നുണ്ട്. ശ്രീ നാരായണ ഗുരുസ്വാമി അവர்கள் അനുഗ്രഹിതനായ ഒരു രക്ഷകനാണ്. മഹാത്മാ അയ്യങ്കാളി മറക്കാൻ പറ്റുമോ? സാധുജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി അദ്ദേഹം നയിച്ചിട്ടുള്ള സമരസന്നാഹങ്ങൾ ചരിത്രബോധമുള്ളവർക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ എത്ര 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 രക്ഷകന്മാരുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യ വ്യവസ്ഥയിൽ നിന്നും അധീശത്വത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് ക്വിറ്റ് ഇന്ത്യ എന്ന കയ്യിലൊരു ചൂരവടി പോലും ഇല്ലാതെ കയ്യിൽ തോക്കുമായി നിൽക്കുന്ന പട്ടാളക്കാരുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ പറയാൻ നെഞ്ചുറപ്പ് കാട്ടിയ നമ്മുടെ ഒരു രക്ഷകനല്ലേ ബാപ്പുജി. ഇവരെ എല്ലാം രക്ഷകന്മാരായി നമ്മൾ കാണുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ക്രിസ്തു ഏകരക്ഷകനാണെന്ന്. അതെങ്ങനെ പൊരുത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ നമ്മളെ ഒരു അധീശത്വത്തിൽ നിന്ന്, തമ്പ്രാക്കന്മാരുടെ വല്ലാത്തതായ ധാർഷ്ട്യത്തിൽ നിന്ന് ഒക്കെ വിടുവിച്ച രക്ഷകന്മാരാ. പക്ഷെ ദൈവത്തിന്റെ കോപാഗ്നിയിൽ നമ്മെ വിടുവിച്ച ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. പാപത്തിന്റെ അധീശത്വത്തിൽ നമ്മെ വിടുവിച്ച ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. കുന്ന് കയറി, മല ഇറങ്ങി, പുഴ താണ്ടി, കടൽ നീന്തി, ദേഹം മുറിച്ച് ചോര ഒഴുക്കി, നരബലി, മൃഗബലി അടക്കമുള്ള പദയാത്ര, തീർത്ഥയാത്ര, കർമ്മകാണ്ഡങ്ങൾ ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ എന്ന് ഒട്ടനവധി പഠിപ്പിക്കൽ കേട്ട് അത് ചെയ്ത് ആചരിച്ച് അനുഷ്ഠിച്ച് നമ്മളെ ഏക്കം വലിച്ചപ്പോ, ഒരു നയ പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ രക്ഷ സൗജന്യമായി നമുക്ക് തരാൻ വന്ന് ഒറ്റ രക്ഷകനേ ഉള്ളൂ, ഒന്നരയില്ല, ഒറ്റ രക്ഷകൻ. അതുകൊണ്ട് യേശുവിനെ ഞാൻ ഏക രക്ഷകൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
ഏകരക്ഷകനാണ് ക്രിസ്തു. നിത്യനരകത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച ഏകരക്ഷകൻ. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാള് നമ്മുടെ പെടലിക്ക് വീഴാതിരിക്കാൻ നമുക്ക് പകരം അതങ്ങോട്ട് വെച്ചുകൊടുത്ത് ആർക്കപ്പെട്ട കുഞ്ഞാടാണ് ക്രിസ്തു. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നാം അനുഭവിക്കേണ്ട വ്യഥകളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി രക്ഷാകര ദൗത്യം നിർവഹിച്ചവൻ. 3 കാര്യമായില്ല. ഏകദൈവം, ഏകകർത്താവ്, ഏക രക്ഷകൻ. അടുത്തത് കേൾക്കണം. ഏക അവതാരമാ ക്രിസ്തു. ഏക അവതാരം എന്ന് പറഞ്ഞാൽ തൻ്റെ ചോര നമുക്ക് വേണ്ടി നൽകി, തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി, തൻ്റെ ജീവിതം മൊത്തത്തിൽ നമുക്കായി യാഗമാക്കി നമ്മെ രക്ഷിക്കേണ്ടതിന് അവതരിച്ച, ജഡധാരണം സ്വീകരിച്ച ഒരേ ഒരു അവതാരം. അങ്ങോട്ട് കൊടുക്കാനല്ല പറഞ്ഞത്, നമുക്ക് വേണ്ടതെല്ലാം ഇങ്ങോട്ട് തരികയായിരുന്നു. നമ്മുടെ ഇതൊന്നും വേണ്ട, ചില്ലിക്കാശ് വേണ്ട, സ്തോത്രകാഴ്ച വേണ്ട, നമ്മുടെ ഒരിടപാടും വേണ്ട, മൊത്തം ഇങ്ങോട്ട് തന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒറ്റ അവതാരം. അതുകൊണ്ട് ഏക അവതാരം എന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടി വരിക. അടുത്ത് കേൾക്കണോ? 5-ാമത്തേത് ഏക മാധ്യസ്ഥനാണ് ക്രിസ്തു. എത്ര പേർക്കും പറയാൻ കഴിയും? ഒത്തിരി മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരു മധ്യസ്ഥനല്ല ക്രിസ്തു. ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അണിച്ചൊരുക്കി ഭയങ്കര ഭംഗിയോടെ ആയിരക്കണക്കിന് മധ്യസ്ഥന്മാർ ഇവിടെ ക്രൈസ്തവ ലോകം നിരത്തി നിർത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാനാവാത്ത വിധം അവരെല്ലാവരും അങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ മാത്രമല്ല, എൻ്റെ കയ്യിൽ മൈക്രോഫോൺ ഉള്ളൂ, പക്ഷേ അധ്യക്ഷനടക്കം, സൈമൺ സാറടക്കം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പാസ്റ്റേഴ്സ്, സദസ്സിലിരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ തൂങ്ങാമ്പാറയോട് വിളിച്ചു പറയുന്നു, അനാവശ്യമായിരിക്കുന്ന അബദ്ധങ്ങൾ നീ തൂങ്ങിപ്പോകാതിരിക്കുക. വിളിച്ചു പറയുക, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ തന്നെത്താൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു മധ്യസ്ഥൻ. ആമേൻ. 6-ാമത്തെ കേൾക്കണോ? ഏക ആരാധ്യനാണ് ക്രിസ്തു. ഏക ആരാധ്യൻ. നിന്റെ ദൈവമായ കർത്താവിനെ, ബാക്കി പറ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. മത്തായി 4:10 അങ്ങനെ വായിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ, നിന്റെ ദൈവമായ കർത്താവിനെയും ആരാധിക്കാൻ പറഞ്ഞിരുന്നേ നമ്മൾ കുഴഞ്ഞു പോയേനെ, ഏതിനെല്ലാം ആരാധിക്കേണ്ടി വന്നേനെ. പക്ഷേ വാക്യം, വേദപുസ്തകത്തിലെ വാക്യം വളരെ ഗംഭീരമാ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ. ആ മാത്രം എന്നുള്ളതിനൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതാണ് ക്രൈസ്തവികതയുടെ ആധികാരികത എന്നൊക്കെ പറഞ്ഞാൽ അവിയൽ പ്രമാണമല്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാണുന്നതിനെ എല്ലാം മുത്തി നിന്ന് വണങ്ങി സ്തോത്രകാഴ്ച അർപ്പണം ചെയ്ത് ബാക്കി ഇവിടെ കൊണ്ടുവന്ന് കൺവെൻഷൻ ഇടുന്ന ഇടപാടല്ല. സഭായോഗത്തിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വളവിനുള്ള സകല വഞ്ചികയിൽ ഇട്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഇടപാടല്ലെന്ന് ക്രൈസ്തവികത. ക്രൈസ്തവികതയിൽ ഒറ്റ ആരാധനയേ ഉള്ളൂ, അത് സാക്ഷാൽ ക്രിസ്തു യേശു എന്ന ഏക സത്യ ദൈവമാ. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണ സമ്പൂർണനും പരമകാരുണികനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനും ഒക്കെയായ ഓരോറ്റ ആരാധ്യനായി കർത്താവ് മാത്രമേ ഉള്ളൂ. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, ഒഴുകുന്ന പുഴയെ ആരാധിക്കരുത്, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ ആരാധിക്കരുത്, പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, ആകാശത്തെ ആരാധിക്കരുത്, പറവകളെ ആരാധിക്കരുത്, പ്രാണികളെ ആരാധിക്കരുത്, കാട്ടുമൃഗങ്ങളെയും നാട്ടുമൃഗങ്ങളെയും ആരാധിക്കരുത്. പിന്നെ എന്തിനെ ആരാധിക്കണം? ഉപദേശി അരുതെന്നും പറഞ്ഞ് ഒത്തിരി പറഞ്ഞില്ലേ, പിന്നെ എന്തിനെ ആരാധിക്കണം? ഇവയെല്ലാം ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഒരുവനുണ്ട്. തച്ചിന് കുത്തിയിരുന്ന് ഇടിച്ച് പൊടിച്ച് കുഴച്ച് പരുവമാക്കി ഉണ്ടാക്കിയതല്ല, തച്ച് കണക്ക് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല. എന്നൊരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ ഇതെല്ലാം ഉണ്ടായി വന്നെന്ന്. ഈ കുന്നുകൾ, പുഴകൾ, സമതലങ്ങൾ, താഴ്വരകൾ, മരുഭൂമികളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ ഉണ്ടാക്കിയ ഒരുവനുണ്ട്. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ ആരാധനയ്ക്ക് യോഗ്യനായവന്റെ വെളിപ്പാട് അകത്ത് കിട്ടിയെങ്കിൽ മടിക്കണ്ട. ഈ പൊതുസ്ഥലത്തിരുന്നൊന്ന് ആരാധിച്ചോ കർത്താവിനെ. ശാക്തമായി ആരാധിക്കുക. ഒറ്റയാരാധ്യൻ പലതിനെയും ചിലതിനെയും ആരാധിക്കുന്ന ഇടപാടിൽ അവസാനിപ്പിക്കുക. ആരാധനയിൽ പിഴവ് വന്നാൽ ജീവിതത്തിൽ മൊത്തത്തിൽ പിഴവായി പോകും. ആരാധ്യൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുക, ക്രിസ്തുവിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ആരാധ്യൻ കർത്താവ് മാത്രമാണ്. ആമേൻ.
ഏക കർത്താവ്, ഏക ആരാധ്യനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഒത്തിരി 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 സമയം വേണ്ടി വരും. ഇനിയും പറയാം, ഏകനാഥനാണ്, ഏക യോഗ്യനാണ്, ഏക പരിശുദ്ധനാണ്. ഹല്ലേലൂയ. യേശുവിനെ പോലെ പരിശുദ്ധൻ വേറെ ആരാച്ചാ ഉള്ളേ? യേശുവിൻ്റെ പരിശുദ്ധി എന്ന ശ്രേഷ്ഠമാണെന്നറിയോ? 33.5 വർഷം ദൈവത്വം കൊണ്ട് മാറ്റിവെച്ച് മനുഷ്യനായിട്ട് ഈ പാർത്തലത്തിൽ വന്ന സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞ് അതുവഴി ഇതുവഴി, ബഥാന്യ വഴി, ബേത്ഫാഗ് വഴി, ബെഥസ്ത വഴി, കഫർന്നഹൂം വഴി, നസറേത്ത് വഴി, പിന്നെ ഗലീലയുടെ തീരപ്രദേശങ്ങൾ വഴി, മത്സ്യബന്ധന തൊഴിലാളികളുടെ വീട്ടിൻ്റെ മുറ്റത്തുകൂടെ, വീട്ടിനകത്തുകൂടെ, വലിയ ധനാവാനായിരുന്ന ശിമിയോൻ്റെ വീട്ടിനകത്ത്, പിന്നെ ആലയത്തിൻ്റെ മുറ്റത്ത് ഗദ്രോൻ തോട് കടന്ന് അതുവഴി ഇതുവഴി എല്ലാം യാത്ര ചെയ്തപ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ല, കൂട്ടത്തിലൊരു ജനത തന്നെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണോ പ്രസംഗിക്കുന്നത് കേൾക്കാൻ, അന്തരംഗം കുളിർമ അനുഭവിക്കാൻ ഒരു കൂട്ടം ജനത എപ്പോഴും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അവരൊക്കെ ശാന്തമായി എന്ന് ഉറങ്ങിയെന്ന് ബോധ്യമാകുമ്പോഴേ നിർജ്ജന പ്രദേശത്തേക്ക് മാറി പിതാവുമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം. യേശുവിന് ഇവരൊന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ. അങ്ങനെ കൂട്ടമായി നടന്ന യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒറ്റ മനുഷ്യനും ഒരു തിന്മയും പറയാനില്ലായിരുന്നു. ഓ, അതിനായിട്ടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ധാർമ്മിക അധപ്പതനം വരാത്ത ഒരു ലൈഫ് സ്റ്റൈൽ, അതാണ് ഏക പരിശുദ്ധൻ എന്ന് ഞാൻ പറയുന്നത്. യേശുവിനെ പോലെ പരിശുദ്ധൻ വേറെ ആരുമില്ല. ഇവിടെ ഈ ജനറൽ കൺവെൻഷന് കൂടി വന്നിട്ടുള്ള ദൈവമക്കളോട് ഞാനൊരു കാര്യം ശക്തമായി ഉണർത്താം. നമ്മുടെ ആരാധ്യനും നമ്മളുടെ രക്ഷാനായകനും വീണ്ടെടുപ്പുകാരനും നമ്മുടെ ആശയും നമ്മുടെ ആവേശവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയുമായ ക്രിസ്തുയേശു ജീവിതത്തിൻ്റെ താളം തെറ്റാത്തവനാണെങ്കിൽ ആ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുകൊണ്ടിട്ടുള്ള ഞാനും നിങ്ങളും ജീവിതത്തിൽ പിഴവില്ലാത്തവരായിരിക്കണം. വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ദാമ്പത്യത്തിൽ, സാമ്പത്തികത്തിൽ പിഴവ് വരരുത്. വിശ്വസ്തതയും അതുപോലെ വിശുദ്ധിയും വിശ്വാസ്യതയും നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം കേട്ടോ. സുതാര്യത വേണം, സുദൃഢത വേണം, സുശക്തമായ ആത്മീയ അനുഭവങ്ങൾ വേണം. കാരണം ക്രിസ്തു പരിശുദ്ധനായിരുന്നു. ഹല്ലേലൂയ. നിയമത്തിൻ്റെ അവസാന വാക്കായിരിക്കുന്ന പീലാത്തോസ് പറയുന്നത്, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. അതാണ് യേശുവിൻ്റെ മകൻ. അതുകൊണ്ടാണ് പവിത്രമായ ജീവിതം നയിച്ചതുകൊണ്ട് നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തം, വിലയേറിയ രക്തം, കുറ്റമില്ലാത്ത രക്തം, നീതിമാന്റെ രക്തം നമുക്ക് നൽകി എന്നൊക്കെ പറയുന്നത്. ആ യേശുവിനെ ഏറ്റുകൊണ്ട് നമ്മൾ കുറ്റമില്ലാതെ ജീവിക്കാൻ കഴിയണം. യേശുവെ പോലെ നമുക്ക്. അപ്പൊ ഏക പരിശുദ്ധന. ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. യേശു ഏക ന്യായാധിപന. സ്തോത്രം. എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ. കയ്യൊക്കെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയിട്ട് വാരിയവനും കൊല ചെയ്തവനും കള്ളവും കാപട്യവും കാണിച്ചവനും ഇന്നും നിയമത്തിൻ്റെ മുമ്പിൽ പിടികൊടുക്കാതെ, പോലീസിന് പിടികൊടുക്കാതെ, അവിടെ ഇവിടെയുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധുബലം കൊണ്ട്, സ്വാധീനത കൊണ്ട്, മറ്റു തരമായിരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ സഹായം കൊണ്ടൊക്കെ അങ്ങനെ തെറ്റ് ചെയ്തവൻ നെഞ്ചു വിരിച്ച് നാട്ടിലൂടെ നടക്കുമ്പോൾ എല്ലാവരെയും വരച്ച വരയിൽ കൊണ്ട് നിർത്തി ന്യായം വിധിക്കാൻ പരമാധികാരമുള്ള ഒരുവനായി കർത്താവ് വെളിപ്പെടാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പാർട്ടികളുടെ ബലം കൊണ്ടോ, സമുദായത്തിന്റെ ബലം കൊണ്ടോ, കാശിന്റെ ബലം കൊണ്ടോ, റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ട് ഒക്കെ ഇറക്കുന്നത് കൊണ്ട് കുറ്റമല്ലാതെയായി മാറ്റുന്നൊരു ഗതികേടിന്റെ കാലത്തിലേക്ക് നാം വരുമ്പോ ഓർത്തുകൊള്ളണം, എന്റെ കർത്താവിന് ഇവിടുത്തെ ഒരൊറ്റ മനുഷ്യന്റെ സാക്ഷ്യം വേണ്ട. ഈ കല്ലിനും, ഈ കട്ടയ്ക്കും, ഈ മണ്ണിനും, ഈ വൃക്ഷത്തിനും, ഈ പൂഴിമണ്ണിനുമൊക്കെ എൻ്റെ ദൈവം നാവിനെ കൊടുത്തിട്ട് നമ്മൾ വന്നതും പോയതും ചെയ്തതും കാട്ടിയതെല്ലാം ഇതങ്ങോട്ട് തുറന്ന് പറയും. മനസ്സിലായി? ആകാശം സാക്ഷിയായി മാറും. അങ്ങനെ ദൈവം ന്യായം വിധിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് തൻ്റെ പുത്രനായ യേശുവിനെയാണ്.